സ്കൂളിൻ്റെ പ്രോസ്പെക്ട്സിൽ ഇത് പറയുകയാണ്, ഹെഡ് സ്കാർഫ് പറ്റില്ല എന്ന് എക്സ്പ്ലിസിറ്റായിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന ഓരോ മതവിശ്വാസിക്കും അവരുടെ മതം ആചരിക്കാനും മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ 25. അത് മൗലികാവകാശമാണ്. അപ്പോൾ മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഒരു സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ളത്. സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്റ്റേറ്റിന് തന്നെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള. അപ്പോൾ ആർട്ടിക്കിൾ 25 ഇന്ത്യൻ പൗരന് നൽകുന്ന മതം ആചരിക്കുവാനുള്ള അവകാശത്തിന് വിരുദ്ധമല്ലേ ഹെഡ് സ്കാർഫ് നിരോധിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ സബ്ജുഡൈസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 കർണാടകയിൽ ഹിജാബ് റോ ഓർമ്മയുണ്ടല്ലോ, അതിൽ കർണാടകയിൽ സർക്കാരാണ് അതിൽ ഇടപെടുന്നത്. ഹിജാബ് നിരോധിച്ചുകൊണ്ട് BJP സർക്കാരാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിനെതിരെ പെൺകുട്ടികൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായി വിധിക്കുന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ 2 അംഗ ബെഞ്ചായിരുന്നു, സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആയിരുന്നു. ഒരു ജഡ്ജ് കർണാടക സർക്കാരിൻ്റെ നടപടിയെ അംഗീകരിച്ചു, മറ്റൊരു ജഡ്ജ് സമ്പൂർണ്ണമായി അതിനെ നിരാകരിച്ചു. കാരണം അതിൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആർട്ടിക്കിൾ 25 മൗലികാവകാശമാണ്, മതം ആചരിക്കാനുള്ള അവകാശം. പക്ഷേ അതിൽ ഏതെങ്കിലും നിലക്കുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻ വെക്കാൻ സ്റ്റേറ്റിന് ഉള്ള അധികാരം എവിടെയാണ്? അത് പബ്ലിക് ഓർഡർ, ഹെൽത്ത് ആൻഡ് മൊറാലിറ്റി ഇതിനെ ബാധിക്കുമ്പോഴാണ് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സ്റ്റേറ്റിന് അധികാരം നൽകുന്നുള്ളൂ. അപ്പോൾ ഒരു ഹിജാബ് എങ്ങനെയാണ് ഈ പറയുന്ന പബ്ലിക് ഓർഡറിനെ അല്ലെങ്കിൽ മൊറാലിറ്റിയെ അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം പബ്ലിക് ഓർഡറിനെയോ ഹെൽത്തിനെയോ മൊറാലിറ്റിയോ ബാധിക്കാത്ത കാലത്തോളം അതിലിടപെടാൻ സ്റ്റേറ്റിന് അധികാരമില്ല എന്നുള്ളതാണ് ആ വാദം. അപ്പോൾ അതിൽ ഈ ആർട്ടിക്കിൾ 25 നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം, അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആർക്കും എന്തും ചെയ്യാം, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാമെന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനാണ് ERP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ലീഗൽ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. 1954 ഒരു കേസ് തന്നെ, ഒരു തമിഴ്നാട്ടിലൊരു മഠവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ ERP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. എന്നാൽ നിഷാദ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്ഥാപനമോ ഇടപെടുമ്പോൾ ഇതെൻ്റെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ, അനിവാര്യമായ മതപരമായിട്ടുള്ളൊരു പ്രാക്ടീസ് ആണോ എന്നുള്ള കാര്യം ആർക്ക് കോടതിക്ക് തീരുമാനിക്കാം. അപ്പോൾ അത് ഹെഡ് സ്കാർഫ് ERP ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലീഗൽ ക്വസ്റ്റ്യൻ. അതാണ് സുപ്രീം കോടതിയിൽ ഈ സ്പ്ലിറ്റ് വേർഡിക്റ്റ് വന്നതിന് ശേഷം അതിൽ ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക്, CJIയുടെ നേതൃത്വത്തിലുള്ള ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇതുവരെ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ വേറെ കേരളത്തിൽ വേറെ 1-2 സംഭവങ്ങളുണ്ട്. 2016 ഒരു അംന ബിന്ദ് ബഷീർ എന്ന് പറഞ്ഞൊരു കുട്ടി, അന്ന് CBSE ആയിരുന്നു ഈ മെഡിക്കൽ ടെസ്റ്റ്, എൻട്രൻസ് ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ CBSE യൂണിഫോം മീൻസ് ഈ വസ്ത്രധാരണത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ ധരിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇറക്കി. അപ്പോൾ അതിൽ ഫുൾ സ്ലീവ് പാടില്ലായിരുന്നു, ഹെഡ് സ്കാർഫ് പാടില്ലായിരുന്നു. അപ്പോൾ അംന ബിന്ദ് ബഷീർ എന്ന് പറഞ്ഞിട്ടൊരു മത്സരാർത്ഥി, ഒരു പരീക്ഷാർത്ഥി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഇത് എൻ്റെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല, ഈ ഹെഡ് സ്കാർഫ് ഇടാതെ ഫുൾ സ്ലീവ് ഇടാതെ എനിക്ക് എക്സാം എഴുതാൻ പോകാൻ പറ്റില്ല. ജസ്റ്റിസ് മുഷ്താഖാണ് അതിൽ വിധി പ്രഖ്യാപിക്കുന്നത്. ഇത് ഫുൾ സ്ലീവും ഹെഡ് സ്കാർഫും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്, അത് അംഗീകരിച്ചു കൊടുക്കണമെന്ന് എന്നുള്ള വിധിയാണ് വരുന്നത്. അംന ബിന്ദ് ബഷീർ വേഴ്സസ് CBSE എന്ന കേസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ചില തമാശ എന്താണെന്ന് വെച്ചാൽ അത് 2016 2018 ഇതേ ജസ്റ്റിസ് മുഷ്താഖ് മറ്റൊരു വിധി പുറപ്പെടുവിക്കുന്നുണ്ട്. ഫാത്തിമ തൻസീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് കണ്ണൂർ ജില്ലയിലെ ഒരു നിർമ്മല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവർ ഹെഡ് സ്കാർഫ് ഇടാൻ അവിടുത്തെ മാനേജ്മെൻറ്റ്, അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള, അവർ യൂണിഫോമിൽ ഇതില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇവർ കോടതിയെ സമീപിക്കുന്നു. ജസ്റ്റിസ് മുഷ്താഖ് തന്നെയാണ് അതും പരിഗണിക്കുന്നത്. അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമല്ല എന്ന് 2018 ഇദ്ദേഹം വിധിക്കും. 2016 ഇദ്ദേഹത്തിൻ്റെ തന്നെ വിധിക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് അത് വരുന്നത്. അപ്പോൾ 2022 കർണാടക കേസിൽ ഈ മുഷ്താഖിൻ്റെ ഈ കേസ് ഭയങ്കരമായിട്ട് റഫർ ചെയ്യപ്പെട്ടിരുന്നു. എനിവേ ഇപ്പം സുപ്രീം കോടതിയുള്ള പരിഗണനയുള്ള ഒരു നിയമതർക്കമാണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. സാമാന്യമായിട്ട് ഇപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത്, സ്കൂളുകളിൽ യൂണിഫോം വേണോ വേണ്ടയോ എന്നൊക്കെ തർക്കം വേറെയുണ്ട്. ഞാൻ യൂണിഫോം വേണ്ടെന്ന അഭിപ്രായക്കാരനാണ്. എന്തോ ആട്ടെ,
യൂണിഫോം ആളുകളുടെ മതപരവും സാംസ്കാരികവുമായിട്ടുള്ള താല്പര്യങ്ങൾ, യൂണിഫോം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് ഈ എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു കളർ, ഇതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഫിഫയുടെ മത്സരങ്ങളിൽ സ്ത്രീകളുടെ വനിതകളുടെ മത്സരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്. യൂണിഫോമിൻ്റെ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊവിഷൻസ് ഉള്ളത് ഇതാണെന്നറിയാലോ. അപ്പോൾ അവർ മത്സരത്തിൽ ഇത് അനുവദിക്കുന്നുണ്ട്, ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒറ്റ നിബന്ധനയുള്ളൂ, ജേഴ്സിയുടെ കളർ പാറ്റേണിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം എന്ത് ഹെഡ് സ്കാർഫിൻ്റെ കളർ പാറ്റേൺ. ലോകത്ത് ഏറ്റവും അധികം നമ്മുടെ ഒരു എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഏറ്റവും കാർക്കശ്യമുള്ള ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആർമി ആയിരിക്കും. ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഓർഗനൈസേഷൻ ആർമി. ഇന്ത്യയിൽ ക്രിസ്ത്യൻ സോൾജേഴ്സിന് എന്ത് അനുവദിക്കുന്നുണ്ട്? അവർക്ക് ടേബൻ അനുവദിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. അവർ ടേബൻ അനുവദിക്കുന്നുണ്ട്, സിഖ് ടേബൻ അനുവദിക്കുന്നുണ്ട്, താടി അനുവദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. അമേരിക്കയിൽ മുസ്ലിം സോൾജേഴ്സിന് വനിതാ സോൾജേഴ്സിന് ഹെഡ് സ്കാർഫ് അനുവദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് അനുവദിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ കാരണം വെച്ചാൽ പട്ടാളാണ്, എല്ലാവരും ഇതാണ് എന്നുള്ള ഡയലോഗല്ല അവിടെ. അവനെ കൂടെ ഉൾക്കൊള്ളുക, അവൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ്റെ തലപ്പാവ്, അതിനെ കൂടെ ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ സൈന്യം. യൂണിഫോം ഉണ്ടായിരിക്കെ തന്നെ ടേബിനും കൂടെ അത് അനുവദിക്കുകയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു വിശാലത അത്ഭുതകരമാണ്. അതാണ് ഇപ്പോൾ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഇൻഡിസ്പ്യൂട്ടബിൾ ഒരു നാഷണൽ എംബ്ലം എന്ന് പറയാവുന്ന ഒരു ഐക്കൺ എന്ന് പറയുന്ന സംഗതിയാണ്. ഈ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വിഭാഗം അവർക്ക് ദേശീയ ഗാനം ചൊല്ലേണ്ടതില്ല. അവരുടെ റിലീജിയസ് ബിലീഫ് അതിനെതിരാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് ചൊല്ലേണ്ടതില്ല എന്ന് വിധിച്ച സുപ്രീം കോടതിയാണ് നമ്മുടെ നാട്ടിലത്. അതാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ് 1986. ഈ കോട്ടയം കിടങ്ങൂരിലെ NSS സ്കൂളിലെ 3 കുട്ടികൾ, ബിജോയ് ഇമ്മാനുവൽ, ബിനു ഇമ്മാനുവൽ, വേറൊരു കുട്ടി, ഒരു രക്ഷിതാവിൻ്റെ 3 കുട്ടികളാണ്. അവർ ദേശീയഗാനം ചൊല്ലാൻ സന്നദ്ധരായില്ല സ്കൂളിൽ. അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലാൻ സന്നദ്ധരായില്ല. ആ കുട്ടികളെ സ്കൂൾ പുറത്താക്കി. അതിനെതിരെ അവർ കേരള ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി സ്കൂൾ അനുകൂലമായി വിധിക്കുന്നു. സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി ബിജോയ് ഇമ്മാനുവലിന് അനുകൂലമായി വിധിക്കുന്നു. അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അവർ ചൊല്ലേണ്ടതില്ല എന്ന്. ഈ യഹോവ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രയർ ഗ്രൂപ്പിലാണ് മറ്റേ കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായത്, ഓർക്കണം. അപ്പോൾ അത്രത്തോളം വിശ്വാസത്തെ, യൂണിഫോമിറ്റിയെയും ഡിസിപ്ലിനെയും ഒക്കെ മാനിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസത്തെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിൽ. ഒരു പൊളിറ്റിയിൽ തന്നെ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായി മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായിട്ട് വരുന്ന പല കാര്യങ്ങൾ, ഷവർമ്മ വിരുദ്ധത, ഷവർമ്മയോട് ദേഷ്യം പിടിക്കുക, ഇങ്ങനെയൊക്കെ പല സംഗതികൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു സംഗതിയാണ് ഹെഡ് സ്കാർഫിനോടുള്ള ഈ ഈറ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നിയമപരമായി ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇതാരാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുട്ടികൾ ഹെഡ് സ്കാർഫ് ഇടുന്നതിനെതിരെ മാധ്യമങ്ങളോട് വാതോരാതെ ഘോരഘോരം സംസാരിക്കുന്നത് ആരാണ്? ഹെഡ് സ്കാർഫ് ഇട്ട് വന്നിട്ടുള്ള ഒരു കന്യാസ്ത്രീയാണ്. അതിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് പോലും അവർ ആലോചിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇതിൽ നിയമപരമായുള്ള സാങ്കേതികമായുള്ള കാര്യങ്ങൾ മാറ്റിവെക്കൂ. ക്രിസ്ത്യൻ നേതൃത്വം ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നോക്കൂ, ഇവിടെയുള്ള അവരുടെ ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, അവർ വളരെ പ്രധാനമെന്ന് കാണുന്ന, അവരെ സംബന്ധിച്ചുള്ള പ്രധാനമായുള്ള ഒരു തുണി കഷ്ണം അവരുടെ തലയിലിടാനുള്ള, അത് അനുവദിക്കാനുള്ളൊരു വിശാലത നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ് നൈതികമായി, ധാർമ്മികമായി നിങ്ങൾക്കത് വിശദീകരിക്കാൻ കഴിയുക എന്നവരാലോചിക്കണമെന്നാണ്. ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു തട്ടമിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് എന്ത് ഡിസിപ്ലിനാണത് ബാധിക്കുക? ഏത് നിലക്കാണ് കോളേജിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അതിനൊരു അക്കാഡമിക് ക്വാളിറ്റിയെ, അതിൻ്റെ ഒരു പെർഫോമൻസിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്നവരാലോചിക്കണം. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇത് ഒരു തരം ഈറയാണ്, ഏതോ നിലക്കുള്ള ഒരു കാലുഷ്യം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ പ്രകടനമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുള്ളൂ. ഈ തട്ട നിരോധനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ സ്കൂൾ മാനേജ്മെൻറ്റും സഭാ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങളുണ്ടല്ലോ, ഇതേ ന്യായങ്ങളാണ് ഉത്തരേന്ത്യയിൽ ഈ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും അടിച്ചോടിക്കുവാനും അവരുടെ പ്രയർ അസംബ്ലികൾ തടസ്സപ്പെടുത്താനും RSSകാരും പറഞ്ഞുകൊണ്ട് ഇതിനേക്കാൾ ലോലമായ ന്യായങ്ങൾ പറഞ്ഞാണ് അവർ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അവർ മനസ്സിലാക്കുക എന്നാണ് ഞാൻ പറയാം.